ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ മീൻ വെച്ചിട്ട് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മീൻ കൊണ്ടാട്ടം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണം നിർബന്ധമല്ല, പക്ഷേ അത്യാവശ്യം നല്ല ദശക്കട്ടിയുള്ള മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് മുള്ളുള്ള ടൈപ്പ് മീൻ വേണ്ട. പിന്നെ ഇത്രയ്ക്ക് വലുതായിട്ടല്ല നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ആ ഒരു കഷ്ണം മീനിനെ ഒരു 4 പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ ചതച്ചത് 1 ടീസ്പൂൺ മതിയാകും, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു 4 വറ്റൽമുളകും ഒരു 4 5 കൊണ്ടാട്ടമുളകും ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. കൊണ്ടാട്ടമുളക് എന്ന് പറയുമ്പം ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കൊണ്ടാട്ടം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, അതെടുത്താലും മതി. അതാവുന്ന സമയത്ത് ഒരു 3 4 മതിയാകും. ഈ 2 മുളകും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക. അതിൽ നിന്നും 1 ടേബിൾ സ്പൂണ് ഇപ്പം ഈ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴായിരിക്കും മീനിലേക്ക് ആ ടേസ്റ്റൊക്കെ പിടിച്ച് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ മീനിന് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പത്തിരി, ഇടിയപ്പം, അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പിയോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. അത്യാവശ്യം ഒന്ന് മുങ്ങി ഫ്രൈ ആവുന്ന രീതിയിൽ കുറച്ച് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് എണ്ണ ചൂടാവുന്ന സമയത്ത് ഓരോ പീസ് മീനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ചിക്കൻ്റെ അത്രയൊന്നും വേവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് 2 ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 400 ഗ്രാം മീൻ നമ്മൾ എടുക്കുന്ന സമയത്ത് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ചാണ്. ഇതങ്ങ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മീൻ വറുത്തെടുത്തിട്ടുള്ള ഈ വെളിച്ചെണ്ണയിൽ നിന്നും പകുതി ഭാഗം മാറ്റിയിട്ട് ഒരു 2 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ പാനിൽ തന്നെ എടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തതുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 2 3 പച്ചമുളക് ഒരു 2 തന്നെ മതിയാവും. കാരണം നമ്മൾ വറ്റൽമുളകും കൊണ്ടാട്ടമുളകൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് ചെറിയുള്ളി മിക്സിയിലിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറിയുള്ളി ചേർത്തിട്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് വഴന്ന് റെഡിയായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുറിച്ചിടുന്നതായിരിക്കും നല്ലത്. ഉള്ളി ചേർത്തിട്ട് ഒന്നങ്ങ് വഴന്ന് വരണം. എന്നാൽ ഒരുപാട് വഴന്ന് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്നങ്ങ് വഴന്ന് വന്നാൽ മതി. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി വഴന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. കൂടുതൽ എരിവ് ഉണ്ടാവില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. മീനായതുകൊണ്ട് തന്നെ ഗരം മസാല ഒരുപാട് എടുക്കുന്നില്ല. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക.
അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വലിയ ജീരകം പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതോടെ ചേർത്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ മീനാവുമ്പോൾ ഗരം മസാല വലിയ ജീരകമൊന്നും ഒരുപാട് വേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള വറ്റൽമുളക് കൊണ്ടാട്ടമുളക് മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1.5 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇനി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ചേർത്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് വരണം. ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് വരെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് റെഡിയാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ വേഗം തക്കാളി വെന്ത് കിട്ടിക്കോളും. തക്കാളിയൊക്കെ വഴന്ന് നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്, പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും. ഒരു ഇത്തിരി ഗ്രേവി പോലെ ഈ സമയത്ത് ഉണ്ടെങ്കിലാണ് നമ്മൾ മീനൊക്കെ ഇതിലേക്ക് ഇടുന്ന സമയത്ത് മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മസാലയുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വറ്റുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതൊരു രീതിയിൽ അങ്ങനെ ആവുന്ന സമയത്ത് ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെയാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. കൂടുതലൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ്, ഒരു ഇത്തിരി ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മീനിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടും. വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ സോസ് ചേർക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസുകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വളരെ ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ചെറിയ തീയിൽ ഒരു 1-2 മിനിറ്റ് അങ്ങ് ഈ ഒരു രീതിയിൽ കിടക്കുകയാണെങ്കിൽ മീനിലേക്ക് ആ മസാല സോസുകളുടെ ഒക്കെ ടേസ്റ്റ് പിടിച്ചിട്ട് കറക്റ്റ് ഒരു രുചിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫിഷ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും മീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ആ ഒരു കൊണ്ടാട്ടം മുളകിൻ്റെ ഫ്ലേവറും സോസുകളും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും. എപ്പോഴും മീൻ വെച്ചിട്ട് ഒരേ റെസിപ്പി തന്നെ ട്രൈ ചെയ്യാതെ ഇതുപോലെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ചൂടോട് കൂടെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മല്ലിയില, അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ ഗ്രീനൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നല്ല കഷ്ണമീനൊക്കെ വീട്ടിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരു ഡൗട്ടും വേണ്ട. കാരണം മീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്